ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ഭംഗിയായി, വളരെ ലളിതമായി ഗോയിങ് DTC ലീഡർ സാബിറ മാഡം മാസ്റ്റർ ഓഫ് സെറമണി നിർവഹിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ഈ അവസരം മനസ്സിലാക്കിയതിനു ശേഷം ജീവിത വിജയം ഇതിലൂടെ നേടാൻ കഴിയുമെന്നുള്ള 100% വിശ്വാസത്തിലാണ് മാഡം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ടീമിനെ ഹോൾഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ കാര്യങ്ങളും സമയാസ്പദമായിട്ട് ചെയ്യുന്നതിന് മാഡത്തിന് സാധിക്കുന്നുണ്ട്. അത് തെളിയിക്കുന്നത് വരും കാലങ്ങളിൽ, വരും വർഷങ്ങളിൽ ടൈം ഫ്രീഡവും ഫിനാൻഷ്യൽ ഫ്രീഡവും എല്ലാം നേടിയെടുത്ത് തനിക്കും തന്റെ കുടുംബത്തിനും നാട്ടുകാർക്കും സമൂഹത്തിനും വേണ്ടി ഈ ജീവിതത്തിൽ എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരു ലേഡി അയൺ ലീഡറായിട്ട് സാബിറ മാഡം മാറുന്നുണ്ടാകും എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷന്റെ ബാനറിലാണ് ഞാനും നിങ്ങളും ഈ പുലരിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. വർഷങ്ങളായിട്ട് ആളുകളിൽ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്ന കാര്യത്തിൽ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ എടുത്തിട്ടുള്ള ഉറച്ച തീരുമാനം ഇന്നും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. മനുഷ്യ മനസ്സുകളിൽ എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ വരുത്തേണ്ടത് എന്ന് പല ക്ലാസ്സുകളിലായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ഗ്ലോബൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഈ മഹത്തായ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് ഞാനും നിങ്ങളും. നമ്മുടെ മുന്നിൽ വലിയൊരു പ്ലാറ്റ്ഫോം, വലിയൊരു രാജപാത തന്നെ തന്നിട്ടുണ്ട്. അതിലൂടെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹൈഫ്ലയേഴ്സ് മീറ്റുകളിലും മറ്റും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജവീഥി ഉണ്ടെങ്കിലും, ഡ്രൈവ് ചെയ്യാൻ വാഹനം ഉണ്ടെങ്കിലും, ഡ്രൈവർക്ക് അത് സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും വേണ്ട രീതിയിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമുക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, നിങ്ങൾ എല്ലാവരും ഡ്രൈവിംഗ് പഠിക്കുന്നതിന് വേണ്ടി വാഹനത്തിന്റെ മുൻസീറ്റിൽ ഇരുന്നു കൊണ്ട് അതിന്റെ സ്റ്റെയറിംഗ് പിടിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ എല്ലാവരെയും കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. നിങ്ങളെ പോലെ തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും എന്റെ വഴികാട്ടിയുമായിട്ടുള്ള അൽത്താഫ് സാർ വഴിയാണ് ഞാൻ ഈ അവസരത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. സാബിറ മാഡം പറഞ്ഞ പോലെ ഞാനൊരു കോളേജിന്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ അവസരം എന്റെ കയ്യിലെത്തുന്നത്. അതിനുശേഷം എന്നിലും എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും ഉണ്ടായിട്ടുള്ള മാറ്റം, അതിന് തീർച്ചയായിട്ടും അൽത്താഫ് സാറോട് അഗൈതവുമായ നന്ദിയുണ്ട്. അതേപോലെ തന്നെ സക്സസ്ഫുൾ ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനോട് എനിക്ക് തീരാത്ത കടപ്പാടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ അസോസിയേറ്റ്സ്, എന്റെ ലീഡേഴ്സ്, എന്റെ ലവ് ലൈൻസ്, നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് വലിയ നന്ദിയും കടപ്പാടുമുണ്ട്. ഈ ചുരുങ്ങിയ വേളയിൽ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് കുറെ സമയം ആലോചിച്ചു. ചില സൂചനകൾ നൽകാൻ മാത്രമല്ലേ നമുക്ക് ഈ അരമണിക്കൂർ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത്, നാം ചുറ്റുപാടുകളിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വേൾഡ് ലെവലിലായാലും ഇന്ത്യ മഹാരാജ്യത്തായാലും നമ്മൾ കേരളത്തിലായാലും പല മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ധാരാളം ആളുകളെ നാം കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവരെ കാണാൻ നമ്മൾ കൊതിക്കാറുണ്ട്. ഒരു പഠനം തെളിയിക്കുന്നത് ഏകദേശം ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് വലിയ രീതിയിൽ വിജയം നേടിയിട്ടുള്ള ആളുകൾ വളരെ കുറച്ചു പേർ മാത്രമേ ഉള്ളൂ എന്നാണ്.
ഏത് മേഖല എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 5 മുതൽ 6% വരെയാണ് ഓരോ മേഖലകളിലും ടോപ്പ് അച്ചീവേഴ്സ് ആയിട്ട് ആളുകൾ വരുന്നത്. ഒരു ആവറേജ് അച്ചീവേഴ്സ് ആയിട്ട് ഏകദേശം 30 മുതൽ 40% ആളുകൾ വരാറുണ്ട്. എന്നാൽ കൂടുതൽ ആളുകളും കാര്യമായിട്ട് അച്ചീവ്മെന്റ് ഒന്നും നേടാതെ ആ മേഖലകൾ ക്വിറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൽ പരാജയപ്പെടുകയോ ചെയ്യാറാണ് എന്ന് ചില പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്, ചില പഠനങ്ങൾ വരച്ചു കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ടോപ്പ് മോസ്റ്റ് അച്ചീവേഴ്സ് ആയിട്ട് എല്ലാവർക്കും മാറാൻ സാധിക്കാത്തത്? അതിന് ഒരു എളുപ്പ വഴി ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്കും അത് പിന്തുടർന്നുകൂടാ എന്നുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ സെഷന്റെ ഉദ്ദേശ്യം. നമുക്ക് സക്സസിന്റെ പാതകളെ കുറിച്ച്, നിയമങ്ങളെ കുറിച്ച്, കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന കുറെ വാക്കുകളുണ്ട്, വാചകങ്ങളുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ എല്ലാവരും കേട്ട് മടുത്തിട്ടുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെങ്കിൽ വാചകമാണ്, വലിയ സക്സസിന്റെ പിന്നിൽ ഹാർഡ് വർക്കാണ് വലുതായിട്ട് സക്സസ് നേടുന്ന ആളുകളുടെ ക്വാളിറ്റീസ് അല്ലെങ്കിൽ ക്വാളിറ്റികളിൽ ഒന്ന് നമ്മൾ പറയാറുണ്ട്. ഹാർഡ് വർക്ക് ആണെന്ന് പറയാറുണ്ട്. അങ്ങനെ വലിയ ഹാർഡ് വർക്കുകൾ ചെയ്തിട്ടുള്ള ആളുകളാണോ ടോപ്പ് മോസ്റ്റ് അച്ചീവേഴ്സ് ആയിട്ടുള്ളത്? പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടി ചേരുമ്പോഴാണ് പലപ്പോഴും വലിയ രീതിയിലുള്ള ടോപ്പ് മോസ്റ്റ് അച്ചീവേഴ്സ് ഉണ്ടാകുന്നത് എന്ന് പറയാറുണ്ട്. ചില മേഖലകളിലുള്ള സ്കില്ല് നേടിയെടുത്തവരാണ് വലിയ രീതിയിൽ വിജയിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ അവർക്ക് കിട്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ടോപ്പ് മോസ്റ്റ് അച്ചീവ്മെന്റിന് അവരെ പ്രേരിതരാക്കിയത്, അവരെ കൊണ്ടെത്തിച്ചത് എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആണ് അവർക്ക് വലിയ അച്ചീവ്മെന്റ് നേടിക്കൊടുത്തത് എന്നും പലപ്പോഴും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കേൾക്കുന്നതാണ് കമ്മിറ്റ്മെന്റ് ആണ്, ഡെഡിക്കേഷൻ ആണ്, പ്ലാൻ ആണ് എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, സ്ട്രാറ്റജികളാണ് എന്നൊക്കെ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞിട്ടുള്ള വാക്കുകളെല്ലാം ഒരു വിജയിയുടെ ഡിക്ഷണറിയിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ടോപ്പ് മോസ്റ്റ് അച്ചീവേഴ്സ് ആകുന്ന ആളുകൾക്ക് ഇതിലുപരി ചില ക്വാളിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ചില പ്രവർത്തനങ്ങളാണ്, ചില വിശ്വാസങ്ങളാണ് അവരെ ടോപ്പ് മോസ്റ്റ് അച്ചീവേഴ്സ് ആക്കി മാറ്റുന്നത്. നിങ്ങൾക്കറിയാം, പല ബിസിനസ്സുകളിലും, നമ്മുടെ ബിസിനസ്സിൽ പോലും വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്തിട്ട് വലിയ അച്ചീവ്മെന്റ് നേടാൻ കഴിയാത്ത ആളുകളുണ്ട്. എഡ്യൂക്കേഷൻ ഉള്ള ആളുകൾക്ക് വലിയ രീതിയിൽ വിജയിക്കാൻ പറ്റാതെ നിർത്തിപ്പോയിട്ട് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല കഴിവും തന്റേടവും സ്കില്ലും ഒക്കെയുള്ള ആളുകൾ ഇതിൽ വലുതായിട്ട് വിജയിക്കുന്നത് നമ്മൾ കാണുന്നില്ല. നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്നോ വന്നിട്ടും വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാവാത്തതിന്റെ കാരണവും കാര്യങ്ങളും നമുക്ക് നമ്മുടെ മുന്നിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ആളുകൾ പറയുന്നത് അവർ ജീവിക്കുന്ന നാടിന്റെ ഇക്കോണമിയാണ് അവരെ വിജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതേ ഇക്കോണമിയിൽ തന്നെ ചില ആളുകൾ വിജയിക്കുകയും വലിയ അച്ചീവ്മെന്റുകൾ നേടുകയും എന്നാൽ പല ആളുകൾക്കും അത് നേടാൻ സാധിക്കാതെ പോയിട്ടുമുണ്ട്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട്, പാഷനേറ്റ് ആയിട്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് അവർക്ക് വലിയ രീതിയിലുള്ള വിജയം ഉണ്ടായത് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഇതെല്ലാം ആവശ്യമാണെങ്കിലും ടോപ്പ് മോസ്റ്റ് അച്ചീവേഴ്സ് ആകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം അവരാരാണ് എന്നവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആരാണ്
അയാം എന്ന് പറയുന്ന ഈ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ വലിയ വിജയങ്ങൾ ടോപ്പ് മോസ്റ്റ് അച്ചീവേഴ്സ് ആയിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഒരുപക്ഷെ വലിയ അച്ചീവ്മെന്റ് നേടാൻ സാധിക്കില്ല. വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വലിയ അച്ചീവ്മെന്റ് നേടാൻ സാധിക്കില്ല. ഡെഡിക്കേഷൻ കൊണ്ട് മാത്രം ഒരുപക്ഷെ വലിയ അച്ചീവ്മെന്റ് നേടാൻ സാധിക്കില്ല. ഈ ഞാൻ രൂപപ്പെട്ടു വരണം. ഈ ഞാൻ ആരാണ് എന്ന് തിരിച്ചറിയണം. എന്താണ് അയാം, ഞാൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളാണ് വലിയ വിജയങ്ങൾ നേടിയിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഈ ഞാൻ എങ്ങനെയാണ് രൂപപ്പെടുന്നത്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഈ ഡ്രൈവിംഗ് സീറ്റിൽ, നമ്മുടെ ഡ്രൈവിംഗ് സീറ്റിൽ ആരാണ് യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടത്, ഇരുത്തേണ്ടത്? നിങ്ങൾക്കറിയാം, ഒരു കുതിര സവാരിയെ കുറിച്ച് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ കുതിരയെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന ഒരാൾ കുതിര സവാരി നടത്തുന്നതും കുതിരയെ കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ഒരാൾ കുതിര സവാരി നടത്തുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? രണ്ടുപേരുടെയും വാഹനം കുതിര തന്നെയാണ്. പക്ഷേ ഈ കുതിരയെ കൺട്രോൾ ചെയ്യാൻ, അതിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരാളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്, അയാൾ എത്തിപ്പെടുന്നത് എവിടെയാണോ കുതിര എത്തിപ്പെടുന്നത് അവിടെയായിരിക്കും. എന്നാൽ കുതിരയെ കൺട്രോൾ ചെയ്യുന്നതിനും അതിനെ നിയന്ത്രിക്കുന്നതിനും അതിനെ ഡ്രൈവ് ചെയ്യുന്നതിനും പഠിച്ചിട്ടുള്ള ഒരാൾ, കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരാൾ, അയാൾക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെയായിരിക്കും ആ കുതിരയെ എത്തിച്ചിട്ടുണ്ടാവുക. ഈ ഡിഫറൻറ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യന്റെ ഉപകരണങ്ങൾ എന്ന് പറയുന്നത്, ഈ ഞാൻ എന്ന് പറയുന്നതിന്റെ, അല്ലെങ്കിൽ അയാം എന്ന് പറയുന്നതിന്റെ, നമ്മൾ എന്ന് പറയുന്നതിന്റെ വാഹനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ബ്രെയിനും ഒക്കെയാണ്. അതാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സവാരിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ബ്രെയിനിനെ, നമ്മുടെ മനസ്സിനെ, നമ്മുടെ മൈൻഡിനെ എങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അതിനെ എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കേണ്ടത് എന്ന് അറിയുന്ന ഒരാൾക്കാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ, സക്സസ് അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് അച്ചീവ്മെന്റ് നേടാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് അറിയാതെ പോയി കഴിഞ്ഞാൽ എവിടെയാണോ നമ്മുടെ മനസ്സ് നമ്മളെ എത്തിക്കുന്നത് അവിടേക്ക് മാത്രമേ നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. മനസ്സിന് കഴിവില്ലാത്തത് കൊണ്ടല്ല, മനസ്സിനെ ഡ്രൈവ് ചെയ്യാൻ, മനസ്സിനെ നിയന്ത്രിക്കാൻ, മനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവരുവാൻ നമുക്ക് കഴിയാതെ പോകുന്നതാണ് ആക്ച്വലി നമ്മുടെ ഡെസ്റ്റിനേഷൻ, നമ്മുടെ വിജയം, നമുക്ക് ടോപ്പ് അച്ചീവ്മെന്റ് നേടാൻ സാധിക്കാതെ പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുതിരയ്ക്ക് കഴിവില്ലാത്തത് കൊണ്ടല്ല, കുതിരയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടല്ല, കുതിരയ്ക്ക് ഓടാൻ സാധിക്കാത്തത് കൊണ്ടല്ല, കുതിരയെ നിയന്ത്രിക്കാൻ സാധിക്കാതിരുന്നു കഴിഞ്ഞാൽ കുതിര എവിടെയാണോ നമ്മൾ എത്തിക്കുന്നത് അവിടേക്ക് നമുക്ക് എത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ കുതിരയെ നിയന്ത്രിക്കുവാനും ഡ്രൈവ് ചെയ്യുവാനും കൊണ്ടു നടക്കുവാനും കഴിയുന്ന ഒരാൾക്ക് അയാൾ എവിടെയാണോ എത്താൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് എത്താൻ വേണ്ടി സാധിക്കും. See the difference. അതുകൊണ്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ മനുഷ്യ ശക്തിക്ക് ഉപയോഗിക്കേണ്ടുന്ന ഉപകരണമായിട്ടുള്ള ബ്രെയിനിനെ, മൈൻഡിനെ തിരിച്ചറിയുക. എങ്ങനെയാണ് നമ്മൾ രൂപപ്പെട്ടിട്ടുള്ളത്,
എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, എന്താണ് ചിന്തക്ക് പ്രേരകമാകുന്നത്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ വിശ്വാസം രൂപപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ ചെറുതായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് രൂപപ്പെട്ടിട്ടുള്ള നമ്മുടെ ട്രെയിനിങ്, നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് രണ്ടും രണ്ടാണെങ്കിലും ഇതിന്റെ ഒരു ആമുഖം എന്നുള്ള രീതിയിൽ ഒറ്റ വാക്കായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ബ്രെയിന് വ്യത്യസ്തമാണ്, മൈൻഡ് വ്യത്യാസമുണ്ട്, എല്ലാ വ്യത്യാസമുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് വളരെ കുറഞ്ഞ സമയമല്ലേ, അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന സ്ഥലത്തേക്കല്ല നമ്മൾ എത്തുന്നത്. ആഗ്രഹം ഉണ്ടാകും, ഡ്രീം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പല ആഗ്രഹങ്ങളും നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും. പക്ഷേ എന്തുകൊണ്ട് നമുക്കത് എത്തിപ്പിടിക്കാൻ സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ആഗ്രഹങ്ങളല്ല ഒരാളെ അവിടേക്ക് എത്തിക്കുന്നത്. പിന്നെന്താണ്? ഡ്രീമുകളല്ല ഒരാളെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത്. അയാൾ ആരാണോ അതാണ് അയാളെ എവിടേക്ക് എത്തിക്കുന്നത്, അയാളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുന്നത്. എങ്ങനെയാണ് അയാൾ രൂപപ്പെടുന്നത്? അദ്ദേഹം രൂപപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളാണ്, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പ്രോഗ്രാമിംഗ് ആണ്, അദ്ദേഹത്തിന്റെ വിശ്വാസ സംഹിതകളാണ്. ഒരുപക്ഷെ നമ്മൾ പറയാറുണ്ട്, നമ്മൾ കാണുന്നത് ഒന്നും മനസ്സിലാക്കുന്നത് ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യത്യസ്തമായ ആളുകൾ ഒരേ സന്ദർഭങ്ങളെ മനസ്സിലാക്കുന്നത് അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ്. സന്ദർഭം ഒന്നാണ്, കാര്യങ്ങൾ ഒന്നാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിനെ കുറിച്ച്, മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച്, ഡയറക്റ്റ് സെല്ലിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളുടെ മേഖലയായിട്ടുള്ള വെൽനസ് ഇൻഡസ്ട്രിയെ കുറിച്ചൊക്കെ പല ആളുകളോട് സംസാരിക്കുമ്പോഴും അവർ നമ്മളോട് പ്രതികരിക്കുന്ന രീതി എങ്ങനെയാണ്? അവർക്ക് മുൻപുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അവരതിനെ കാണുന്നത്. അപ്പൊ ഈ എക്സ്പീരിയൻസ് തെറ്റാണെങ്കിൽ, ഈ പ്രോഗ്രാമിംഗ് തെറ്റാണെങ്കിൽ, ഏറ്റവും നല്ലതിനെ അവരുടെ കണ്ണാടി വെച്ചിട്ടേ അവർ കാണുകയുള്ളൂ. അതേപോലെ തന്നെയാണ് നമുക്ക് എന്താണോ ജീവിതത്തിൽ അനുഭവേദ്യമായിട്ടുള്ളത്, നമ്മൾ എന്താണോ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, നമ്മൾ എന്താണോ വായിച്ചിട്ടുള്ളത്, നമ്മൾ എന്താണോ കണ്ടിട്ടുള്ളത്, നമ്മൾ എന്താണോ കേട്ടിട്ടുള്ളത്, നമ്മൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിച്ചിട്ടുള്ളത്, ഇതിനനുസരിച്ചെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ പാറ്റേൺ രൂപപ്പെട്ടിട്ടുണ്ടാകും. അതിനനുസരിച്ചേ ഒരാൾക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയുള്ളൂ. അപ്പോ മാറ്റം വരുത്തേണ്ടത് കാഴ്ചകളിലല്ല, കാഴ്ചപ്പാടുകളിലാണ്. കാര്യം, ഈ കാഴ്ചപ്പാട് മാറാതെ ഒരാൾക്ക് ഒന്നും നേടിയെടുക്കുവാൻ സാധിക്കുകയില്ല. ആഗ്രഹങ്ങൾ ഉണ്ടാകും, പക്ഷേ മനസ്സിലുള്ള ചില പാറ്റേൺ എന്താണ്? എന്നെ കൊണ്ടത് സാധിക്കില്ല, എനിക്കതിന് കഴിയില്ല, ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ പറഞ്ഞു കൊടുത്താൽ ആളുകൾക്ക് മനസ്സിലാവില്ല, എന്നെ കൊണ്ട് ഇപ്പൊ ഇതിന് പറ്റില്ല, എന്റെ പ്രായം അങ്ങനെയാണ്, എനിക്ക് കാര്യമായിട്ട് എഡ്യൂക്കേഷൻ ഇല്ല. ഇങ്ങനെയാണോ നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസം? ആ വിശ്വാസത്തിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. വലിയ ഡ്രീമുകളൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും, വലിയ കാര്യങ്ങളെല്ലാം ക്ലാസ് കേട്ടപ്പോ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാകും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിലെ പാറ്റേൺ ആണ്. ആ പാറ്റേണിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്.
ആ മാറ്റങ്ങൾ വരുത്താതെ ഒരിക്കലും നമുക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് ഫ്രൂട്ട്സ് വ്യത്യസ്തമായി കിട്ടണമെങ്കിൽ റൂട്ട്സിൽ ചേഞ്ച് വരുത്തണം. നമുക്ക് വ്യത്യസ്തമായ പഴങ്ങളാണ് ലഭിക്കേണ്ടതെങ്കിൽ മാറ്റം വരുത്തേണ്ടത് പഴങ്ങളിലല്ല, പഴം കായ്ക്കുന്ന മരത്തിന്റെ വേരുകളിലാണ്. അഥവാ വേര് മാറിയാൽ, മരം മാറിയാൽ ഫ്രൂട്ട്സിൽ മാറ്റം വരും. അപ്പൊ ഈ റൂട്ട്സിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഈ റൂട്ടിൽ മാറ്റം വരുത്തണം. അപ്പൊ എങ്ങനെയാണ് എനിക്ക് കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ നമുക്കൊരിക്കലും എവിടെയും എത്തിക്കാൻ സാധിക്കില്ല. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളെ നമുക്കൊരിക്കലും എവിടെയും എത്തിക്കാൻ സാധിക്കില്ല. ആദ്യം മാറ്റം വരുത്തേണ്ടത് എനിക്ക് കഴിയും, ഞാൻ വിജയിക്കും, ഞാൻ ടോപ്പ് മോസ്റ്റ് അച്ചീവർ ആകും എന്ന് വിശ്വസിക്കാൻ നമ്മൾ പഠിക്കണം. എനിക്കതിന് കഴിയും, എനിക്ക് സ്വന്തമായിട്ട് പ്ലാൻ പ്രസന്റേഷൻ നടത്താൻ കഴിയും, എനിക്ക് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് പ്രസന്റ് ചെയ്യാൻ കഴിയും, എനിക്ക് സ്വന്തമായിട്ട് NDO ചെയ്യാൻ കഴിയും, എനിക്ക് സ്വന്തമായിട്ട് വെൽനസ് പ്രസന്റ് ചെയ്യാൻ കഴിയും, എനിക്ക് സ്വന്തമായിട്ട് ആളുകളെ ഫോളോ അപ്പ് ചെയ്യാൻ കഴിയും, എനിക്ക് സ്വന്തമായിട്ട് ആളുകളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ സാധിക്കും, എനിക്ക് 50,000-ന്റെയും 35,000-ന്റെയും പേർച്ചേസ് കൊണ്ടുവരാൻ സാധിക്കും എന്ന് വിശ്വസിക്കാത്ത കാലത്തോളം ടോപ്പ് അച്ചീവർ ആവാൻ സാധിക്കില്ല. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടാകും, ഫീൽഡിൽ കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാകും, ഓരോ ദിവസവും പ്രവർത്തിക്കാൻ വേണ്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ അക്ഷീണമായ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാകും. പക്ഷെ ഉള്ളിലുള്ള പാറ്റേൺ, ഉള്ളിലുള്ള കാഴ്ച, അതിനാണ് കാഴ്ചപ്പാട് എന്ന് പറയുക. ഇംഗ്ലീഷിൽ